പ്രൈസ് ലോർഡ്. ആസാദി എക്സ്ക്ലൂസീവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കൂടെ നാം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇത് എക്സ്ക്ലൂസീവ് സെഷനാണ്. നമുക്കറിയാം, എക്സ്ക്ലൂസീവ് സെഷനിൽ സാധാരണയായിട്ട് നാം കൊണ്ടുവരുന്നത് വളരെ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ദൈവമക്കളായിട്ടുള്ളവരുടെ ജീവിതാനുഭവങ്ങളാണ്. ഇന്നും നമുക്കങ്ങനെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിത അനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അനേകരെ ഇൻസ്പയർ ചെയ്യുവാൻ തക്കോണം കാരണമായി തീരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെ വലിയ ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗസ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും പ്രിയപ്പെട്ട സ്റ്റാൻലി ജോർജ് ബ്രദറാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ സ്റ്റാൻലി ബ്രദറിനെ നമ്മുടെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം സ്റ്റാൻലി ബ്രദർ. പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു ആസാദിയിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ ഒരു അവസരം നൽകിയതിൽ. ഞാൻ സെക്കുലർ മാധ്യമങ്ങളിൽ ചില വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇലക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിട്ട് സ്റ്റാൻലി ബ്രദറിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി തിരക്കാണല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ കുറെ വർഷങ്ങളായിട്ട് അമേരിക്കയിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ഉപദേശക സമിതി മെമ്പറാണ്. രാഷ്ട്രീയ ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതെ, നമുക്ക് പലപ്പോഴും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ട് നിന്ന ആളുകളൊക്കെ നമുക്ക് വന്ന് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷൻസിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യവും നമുക്കൊരു എക്സ്ക്ലൂസീവ് സെക്ഷൻ ഇതിൻ്റെ തൊട്ട് തലയാഴ്ച നമുക്ക് വന്നത് ബോംബെയിൽ ഈ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിലൊക്കെ മത്സരിച്ച ഒരു ദൈവവേദലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് ഒരു എലക്ഷൻ പാർട്ടി എന്നതിലപ്പുറമായിട്ട് എലക്ഷൻ സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്ന ഒരു അല്ലേ? അതെ, എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഓ, രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന സംഘത്തിലെ അംഗമാണ്. ട്രംപ് ക്യാമ്പയിനിലായിരുന്നു പ്രവർത്തിച്ചത് കഴിഞ്ഞ 2 പ്രാവശ്യം. ശരി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്രാവശ്യം ട്രംപ് ജയിച്ചതിൻ്റെ അകത്ത് നമ്മുടെയും ഒരു കൈയും ഒരു ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് പറയാം. അത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അതിലൊരു പങ്കാളിയാൻ കഴിഞ്ഞെന്നുള്ള വളരെ സന്തോഷകരവും അതിലേറെ അഭിമാനകരമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാനുണ്ട്. അമേരിക്കൻ ഇലക്ഷൻ സ്ട്രാറ്റജിയും ഒക്കെ സ്വല്പസമയത്തേക്കൊന്ന് നമുക്ക് സൈഡിലോട്ട് വെച്ചിട്ട് സ്റ്റാൻലി ജോർജ് ബ്രദറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. പ്രത്യേകിച്ചും കേരളത്തിൽ എവിടെയാണ് ജനിച്ചു വളർന്നത്, മാതാപിതാക്കൾ അമേരിക്കയിൽ ഇപ്പോൾ എവിടെയാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ വ്യൂവേഴ്സിന് വലിയൊരു ഇൻഫർമേഷൻ ആകും, അനുഗ്രഹമാകും. കേരളത്തിലെ പശ്ചാത്തലമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമാണ്. താങ്ക് യു. ആസാദ് ചാനലിൽ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ചാനലാണ്. വളരെയധികം പ്രേക്ഷകരുള്ള ഒരു വളരെ ശക്തമായ ഒരു ചാനലാണ്. അതുകൊണ്ട് ഇത്തരം ഒരു അവസരം കിട്ടിയ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ അമേരിക്കയിലെ 90 മുതൽ താമസിക്കുന്ന ഒരാളാണ്. ന്യൂയോർക്കിലായിരുന്നു കഴിഞ്ഞ കുറെ വർഷം മുമ്പ് വരെ. ഇപ്പോൾ പെൻസിൽവേനിയ സ്റ്റേറ്റിലോട്ട് താമസം മാറ്റി അവിടെയാണ്. എൻ്റെ സ്വദേശം കുമ്മനാടാണ്, തിരുവല്ലയ്ക്കടുത്ത്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നത്. എൻ്റെ പിതാവ് പാസ്റ്റർ VC ജോർജ് കുമ്മനാട് വാക്കേപ്പടിക്കൽ കുടുംബ അംഗമാണ്. ഫാദർ ഒരു പാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യ ബന്ധക്കോസ്തിയ സഭയുടെ ഒരു പാസ്റ്ററായിട്ട് അനേക സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹത്തോടൊപ്പം ഞാൻ പാസേജിലാണ് വളർന്നത്. എൻ്റെ ബാല്യകാലം മുതൽ തന്നെ പാസേജിന്റെ ചുറ്റുപാടിലാണ് ഞാൻ വളർന്നതും പഠിച്ചതും. അങ്ങനെയുള്ള പൊതുപ്രവർത്തനത്തിലേക്കൊക്കെ വരുന്ന എൻ്റെ എല്ലാ പശ്ചാത്തലവും പാസേജ് ജീവിതമാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും പാഴ്സണേജിൽ വളരുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഒത്തിരി ജീവിതാനുഭവങ്ങൾ, പാഠങ്ങളൊക്കെ പഠിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടോ, കാരണം കുറച്ച് നാൾ ഞാനും പാഴ്സണേജിൽ വളർന്നതാണ്. ഞാൻ പാഴ്സണേജിലേക്ക് പോകുന്നത് ഏതാണ്ട് 60 വർഷം മുമ്പാണ്. ഇപ്പൊ എനിക്ക് 62 വയസ്സോളമായി. അപ്പൊ എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ ആ കാലത്താണ് പാഴ്സണേജിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്നത്തെ പാഴ്സണേജ് അല്ല, അത് ശരിക്കും വിശ്വാസ ഭവനം തന്നെയാണ്. ഫെയ്ത്ത് ഹോം എന്നാണ് പറയുന്നത്, ഫെയ്ത്ത് ഹോം. അപ്പോ പാസ്റ്റർമാര്, സുവിശേഷകന്മാര് വിശ്വാസം കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ വിദേശ സഹായമില്ല, വിദേശ ഫണ്ടുകളില്ല. സാധാരണക്കാരായ സഭാചാരങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്ന ദേവദാസന്മാരാണ്. അപ്പൊ അതുകൊണ്ട്
എല്ലാ നിലകളിലും ഒരു വിശ്വാസ ജീവിതമായിരുന്നു എന്നുള്ളതിന്റെ ധാരാളം സംഭവങ്ങളും അനുഭവങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. ആ വിശ്വാസം എനിക്ക് ഇപ്പോഴും എന്നെ നടത്തുന്നത് ആ വിശ്വാസമാണ്. അതെ. പിന്നെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുക, നമ്മുടെ അമേരിക്കയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ പ്രൊഫഷൻ, ജോലി അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആണോ? അതെ അതെ, ഞാൻ ഒരു പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു അമേരിക്കൻ കൺട്രി ക്ലബ്ബ്, ഗോൾഫ് കോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിലും പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു ചുമതലയുണ്ട്. അതുകൂടാതെ കൺസൾട്ടിങ് ഉണ്ട്. പൊളിറ്റിക്കൽ ബിസിനസ് കൺസൾട്ടിങ് കമ്പനിയുണ്ട്. എൻ്റെ കൂടെ കുറെ ആളുകൾ പ്രവർത്തിക്കുന്നു. പിന്നെ സുവിശേഷ രംഗത്താണ് ബാക്കിയുള്ള സമയമൊക്കെ പ്രവർത്തിക്കുന്നത്. മിഷൻ, ചാരിറ്റി രംഗത്തൊക്കെ നമ്മൾ അന്തർദേശീയമായിട്ടുള്ള ചില സംഘടനയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ശരി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ ബിസിനസ്, അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് കൂടിയാണ്. രാഷ്ട്രീയക്കാരെ കൺസൾട്ട് ചെയ്യാണ്. അത് ഈ കാലത്തുണ്ടല്ലോ, ഇന്ത്യയിൽ പോലും അതിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. കാരണം നമുക്കറിയാം ചില പേരുകൾ, പ്രശാന്ത് കിഷോർ എന്നുള്ള പേരുകളൊക്കെ ഇന്ത്യയിൽ, അവർക്ക് പാർട്ടിയൊന്നും വിഷയമല്ല, ഏത് പാർട്ടി അവരെ ഹയർ ചെയ്യുന്നു ആ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി. ഇപ്രാവശ്യവും കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ സ്ട്രാറ്റജീസ് തീരുമാനിച്ചത് അവരെ ഹെൽപ്പ് ചെയ്ത ആളുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്താണ് അവർ. ഇറ്റ്സ് എ ബിഗ് ബിസിനസ്, ഐ തിങ്ക്. അതെ അതെ, രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുക, അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് പാർട്ടിയെ നയിക്കുക, ഇതൊക്കെ ഇന്ന് വളരെയധികം നിർണായകമായ കാര്യങ്ങളാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ പഴയ കാലമല്ല. ഇന്ന് ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പല വൈവിധ്യമുള്ള പിന്നെ മേഖലകളാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു, മറ്റുള്ള വിഷ്വൽ മീഡിയ, ഇങ്ങനെ ധാരാളം രംഗങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രംഗത്ത് വളരെയധികം സാധ്യതകളും വളരെയധികം വിജയങ്ങളും ഉണ്ട്. ശരി. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് നമുക്ക് വരാം. പിന്നെ ഞാൻ അങ്ങ് കുമ്പനാട്ടേക്ക് കൊണ്ടുപോവുക. കുമ്പനാട്ട് പപ്പ പാസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്കാല അനുഭവങ്ങൾ, പപ്പയെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. കുട്ടിക്കാല അനുഭവങ്ങളിലേക്കൊന്ന് തിരിച്ചു പോകാം. ഞാൻ ഇന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയമാകുമ്പോൾ അല്പം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ചോദ്യങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടമല്ല. പ്രേക്ഷകർ പറയും സ്റ്റാൻലി ബ്രദറിനെ കൊണ്ട് ഫിന്നി പാസ്റ്റർ ഒന്നും സംസാരിപ്പിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ ഒരു ഭയത്തോടാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ ആണല്ലോ? തീർച്ചയായിട്ടും ചോദ്യങ്ങൾ കൊണ്ട് എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ശരി, അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. അപ്പൊ കുമ്മനാട്ടെ പപ്പായെ കുറിച്ചും പപ്പായുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങി. ഫാദർ പിന്നെ മാർത്തോമ സഭയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അതിന്റെ പല രംഗങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് കുമ്പനാട്ട്. അപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെയധികം സജീവമായിരുന്നു. ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പഴയ കാലത്ത് അഭിവൃദ്ധ കോൺഗ്രസിന്റെ TM വർഗീസ്, CM സ്റ്റീഫൻ, KM ജോർജ്, PT ചാക്കോ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒപ്പം പ്രവർത്തിച്ച ഒരാളാണ് ഫാദർ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനുണ്ടായ രക്ഷാനുഭവം ഉണ്ടാകുകയും അദ്ദേഹം വേദപുസ്തക പഠനത്തിലൂടെ വേദപുസ്തക സത്യങ്ങൾ അനുസരിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായി. അദ്ദേഹം അങ്ങനെയാണ് വിശ്വാസ സ്നാനം സ്വീകരിക്കാനായിട്ട് തയ്യാറായി. പക്ഷേ താൻ ഉൾപ്പെട്ടു നിന്ന സമൂഹം അത് അനുവദിച്ചിട്ടില്ല, അല്ലാതെ അംഗീകരിച്ചില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചില തർക്കങ്ങൾക്കൊടുവിൽ അദ്ദേഹം അന്നത്തെ ബിഷപ്പായിരുന്ന യൂഹാനോൻ മെത്രാപ്പോലത്തെ നേരിട്ട് പോയി കണ്ട് എനിക്കിത് സ്നാനപ്പെടണം എന്ന് നേരിട്ട് അദ്ദേഹത്തെ പറയിച്ചു. അദ്ദേഹം ഒരു മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് ചെയ്താട്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു വിടുക കഴിഞ്ഞത്. രണ്ടൊരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ സ്നാനമേറ്റ ശേഷമായിട്ട് തന്റെ പഴയ പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പിന്നീട് അങ്ങനെയുള്ള ഒരു കൂട്ടമായിട്ട് കുമ്പനാട്ട് IPCയുടെ ഒരു കൂട്ടത്തിലേക്ക് മാറുകയും അവിടെ ബൈബിൾ കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കുമ്പനാട് എബ്രഹാം ബൈബിൾ സ്കൂളിൽ ചേർന്ന് പാസ്റ്റർ K. എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ശിക്ഷണത്തിൽ അദ്ദേഹം പഠിച്ചു. പിന്നെ ആ സമയത്താണ് അദ്ദേഹത്തിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ വിളിയുണ്ടായ. ദർശനത്തോടുകൂടി സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ അന്ന് കുട്ടികളാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുമായിട്ട് അദ്ദേഹം കുമ്പനാട് നിന്ന് അടൂരിനടുത്ത് വയല എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു IPCയുടെ ഫെയ്ത്തോവിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ തന്നെ വളരെയധികം നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരു വളരെ പരിമിതമായ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് പോവുക ഉണ്ടായത്. വിശ്വാസം കൊണ്ട് അത് വിശ്വാസ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്, ഫെയ്ത്തോം ജീവിതം. പിന്നീടാണ് അനേക സ്ഥലങ്ങളിൽ ഫെയ്ത്തോം കൊണ്ട് താമസിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ
എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജീവിക്കാൻ ഈ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതാണ് എൻ്റെ ആ നിലയിലുള്ള അനുഭവം. അതെ. അപ്പം കുട്ടിക്കാലത്ത് ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ പപ്പയായിരിക്കുമ്പോൾ ഫെയ്ത്ത് ഹോമുകളിൽ ജീവിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊന്ന് പറയുകയാണെങ്കിൽ സന്തോഷമാണ്. പ്രത്യേകിച്ചും അന്നത്തെ ഫെയ്ത്ത് ഹോം ജീവിതം, അന്ന് അനുഭവിച്ച ദൈവിക ഇടപെടലുകൾ. അന്നറിയാമല്ലോ, നമുക്ക് ദൈവത്തിലല്ലാതെ ആശ്രയിപ്പാൻ മനുഷ്യരുടെ കയ്യിൽ ഒന്നുമില്ല സഹായിക്കാൻ, അല്ലേ? ആ കാലഘട്ടത്തിൽ എനിക്കറിയാം അന്നത്തെ ശുശ്രൂഷ അനുഭവങ്ങളിൽ, പിതാവിൻ്റെ അനുഭവങ്ങളിലൊക്കെ ഒത്തിരി ദൈവിക അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ? നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ ഇതുപോലെ ഫെയ്ത്ത് ഹോമിലേക്ക് ചെന്ന സമയമാണ്. 3.5 വയസ്സുള്ള. അപ്പൊ 3 വയസ്സിൽ എൻ്റെ അമ്മ എന്നെ ആദ്യത്തെ വേദഭാഗം പഠിപ്പിച്ചു. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ മുട്ടെന്നുള്ളത്. ഞാൻ വിചാരിച്ചു മുട്ട് നമ്മുടെ കാൽമുട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറയും എനിക്ക് മുട്ടുണ്ടല്ലോ അമ്മ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ ആ മുട്ടല്ല, നമുക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് ആഹാരമില്ലാതെ വരിക, അല്ലെങ്കിൽ പാർപ്പിടം ഇല്ലാതെ വരിക, വസ്ത്രമില്ലാതെ വരിക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ബുദ്ധിമുട്ട് വരാതെ നോക്കാൻ നമുക്ക് ഇടയനുണ്ട്. അപ്പൊ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഏതോ സുശേഷ കൺവെൻഷന് വേണ്ടി പോയിരിക്കുകയാണ്. 3-4 ദിവസത്തേക്ക് വീട്ടിലില്ല. അപ്പോൾ എനിക്ക് വളരെയധികം എൻ്റെ ഫാദർ വാങ്ങിച്ചുകൊണ്ട് തരുന്ന ചില പലഹാരങ്ങളുണ്ട്. ഏത്തയ്ക്കാപ്പം, ഇങ്ങനെയൊക്കെ നെയ്യപ്പം, ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണത്. അപ്പൊ അതില്ലാതെ വന്നു. ഇതില്ലാതെ വന്നപ്പോൾ വീട്ടിൽ അങ്ങനെ മറ്റൊരു കാര്യം എനിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, കാരണം എനിക്ക് മുട്ടുണ്ടായല്ലോ എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ആവശ്യമുള്ളൊന്നും ഇവിടെ ഇല്ലല്ലോ, മുട്ടുണ്ടായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്നാൽ അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, യഹോവയുടെ ഇടയനാണ്, പിന്നെ എനിക്ക് എന്തുകൊണ്ട് മുട്ടുണ്ടായെന്ന് ഞാൻ 3.5 വയസ്സിൽ ചോദിച്ചു. അപ്പൊ അല്പം കഴിഞ്ഞപ്പോഴാണ് സംഭവിക്കുന്നത്. 1-2 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വാതിൽ ഒരാൾ തട്ടുന്ന കണ്ടത്. അതായത് പറക്കോട് ചന്തയില് കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ എൻ്റെ ഫാദർ എന്നെ കൂടി ചന്തയിൽ പോകുമ്പോൾ അവിടെ എന്നെ ഇരുത്തും. ആ ചായക്കട ഇരുത്തിയിട്ടാണ് അദ്ദേഹം മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളെ അറിയാം. ഞങ്ങളുടെ സഭാംഗമല്ല, ചർച്ച് ബോർഡിന്റെ ഒരു സഭാംഗമാണ്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായി. ഈ പറയുന്ന പാസ്റ്റർ വീട്ടിലേക്ക് കുറെ പലഹാരങ്ങൾ കൊടുത്തയക്കുക എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു മന്ത്രണം ഉണ്ടായി. അതനുസരിച്ച് അദ്ദേഹം ആ ചായക്കടയിലെ ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് ഇവിടെ വരുന്ന ഈ ശനിയാഴ്ച മാർക്കറ്റിൽ വരുന്ന പാസ്റ്ററുടെ ഫെയ്ത്തും കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഏത്തയ്ക്കാപ്പവും നെയ്യപ്പവും ഉൾപ്പെടെയുള്ള ഞാൻ എന്താണോ ആഗ്രഹിച്ച് കരഞ്ഞു വിളിച്ചത് ആ സമയത്ത് അതെല്ലാം അദ്ദേഹം കൊടുത്തു വിടുന്ന സംഭവം ഉണ്ടായി. ഇത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 3.5 വയസ്സിൽ ഞാൻ അങ്ങനെ കണ്ട ദൈവം. അപ്പൊ എൻ്റെ ദൈവം എന്നെ കരുതുന്നവനാണ്. എൻ്റെ അപ്പൻ അവിടെ ഇല്ലെങ്കിലും അപ്പൻ വാങ്ങിച്ചു തരേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഇതാണ് ഫെയ്ത്തും ജീവിതം എന്നുള്ള ആ പാഠം, ആ അനുഭവം ഞാൻ പഠിക്കുന്ന 3.5 വയസ്സിലാണ്. അന്ന് തൊട്ട് ഇന്ന് ദൈവം എന്നെ നടത്താണ്. ഇന്ന് ഞാൻ ഒരു ഫെയ്ത്തും ജീവിതം ആണ് അന്ന് പറയാം. അമേരിക്ക എന്ന് പറഞ്ഞാലും ഞാൻ ജീവിക്കുന്ന വിശ്വാസം കൊണ്ടാണ്. കാരണം ദൈവം എന്നെ നടത്തുന്നു ഇന്ന് എനിക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും. ഇങ്ങനെ നിരവധി അനുഭവമുണ്ട്. രോഗസൗഖ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മയെ പാമ്പ് കടിച്ചു, പാമ്പിനെ ചവിട്ടി പാമ്പ് കടിച്ച് പല പല്ലുകൾ അമ്മയുടെ കാലിൽ നിന്ന് തിരിച്ചെടുക്കേണ്ടി വന്നു. അപ്പം എല്ലാവരും വിഷകാര്യത്തിൽ കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടി, മരണം ഉറപ്പാണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഫാദർ ഇപ്പം ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു PF പിന്നെ അദ്ദേഹം ഏറ്റുപറയാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാലത്ത്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് മദർ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി യോഗം നടക്കുന്ന പന്തലിലേക്ക് മദറിനെയും കൊണ്ട്. അത് രസം എന്ന് പറഞ്ഞാൽ അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അപ്പൊ ആ കാറൊന്നും അവൈലബിൾ അല്ല. അന്ന് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കാർ അതുവഴി വന്നു. ഇലക്ഷൻ പറയുന്നതിന് ആ കാറിലാണ് അമ്മ പോയത്. അപ്പോൾ ആ കാറിൽ പോയി പന്തലിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും മരണം പിന്നെ വിധിച്ചിരുന്ന ഒരു സംഭവമാണ്. ഒരു വിഷപ്പാമ്പ് കടിച്ച് പല്ലുകളൊക്കെ അതിനകത്ത് എടുക്കേണ്ടി വന്നു. ആ ദൈവം അവിടെ സൗഖ്യം ഉണ്ടായി. അവിടെ തന്നെ സൗഖ്യപ്പെട്ടു. അങ്ങനെ നിരവധി രോഗസൗഖ്യങ്ങൾ, നിരവധി കരുതലുകൾ, സാമ്പത്തിക രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും നമുക്ക് എല്ലാ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ദൈവം കരുതുന്നവനാണ്. ദൈവം തന്നെ വിളിച്ചവരെ വിശ്വസ്തമായിട്ട് കരുതുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. അദ്ദേഹം വാക്ക് മാറാത്തവനാണെന്നുള്ള വലിയ സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ മൊത്തം എന്ന് പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഫെയ്ത്ത് ഹോമിലൊക്കെ ജനിച്ചു വളർന്നെങ്കിലും വളർന്നു വരുന്ന പ്രായത്തിൽ ആ ഒരു ആത്മീക ഒരു പ്രത്യേക പരിരക്ഷയിലൊക്കെ വളർന്നു വന്നെങ്കിലും അല്പം രാഷ്ട്രീയവും ഒക്കെ ആയിട്ടാണ് പോയത്, അല്ലേ? പിന്നെ അതെ, കോളേജ് കാലം ഹൈസ്കൂളിൽ തൊട്ട് തന്നെ ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. KSUവിന്റെ നേതാവായിട്ട്, സ്കൂൾ നേതാവായിരുന്നു. പിന്നെ കോളേജിൽ വന്നപ്പോഴും സജീവമായിട്ട് പ്രവർത്തിച്ചു.
അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ബാലൻ സഖ്യം തൊട്ടുള്ള പൊതുരംഗമാണ് പ്രവർത്തനത്തിന്റെ മേഖലയായിട്ട് തെരഞ്ഞെടുത്തത്. ബാലൻ സഖ്യം, പിന്നെ KSU. അപ്പൊ പാസ്റ്ററുടെ മകനാണെങ്കിലും സൺഡേ സ്കൂൾ PYP ഉണ്ടെങ്കിലും കോളേജിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകെട്ടുകളും അന്നത്തെ അവിടുത്തെ സാഹചര്യമൊക്കെ തന്നെ നമ്മളെ ആ രംഗത്തേക്കും കുറെ കൂടെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു രംഗത്താണ് അതുണ്ടായിരുന്നു. പിന്നെ PYP-യിൽ പിന്നീട് കുറെ കൂടെ രക്ഷാനുഭവവും വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ PYP-യിൽ പ്രവർത്തിച്ചു. IPC-യുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ട് അതിന്റെ മേഖലാ സംസ്ഥാന രംഗങ്ങളിലൊക്കെ KC ജോണോടൊപ്പം പ്രവർത്തിച്ച കാലമാണ് 80-കളുടെ ആരംഭം. അങ്ങനെ 79 തൊട്ടുള്ള ആ കാലം അങ്ങനെ ഉണ്ടായി. അങ്ങനെ പ്രവർത്തനം രാഷ്ട്രീയത്തിൽ എനിക്കൊന്നു KSUവിന്റെ സംസ്ഥാന തലത്തിലൊക്കെ. അതെ 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 KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിച്ചു. അദ്ദേഹത്തോടൊപ്പം ബാലൻ സഖ്യത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ബാലൻ സഖ്യത്തിലും പ്രവർത്തിക്കാനിടയായി. അങ്ങനെ പഴയ ധാരാളം സ്നേഹിതന്മാർ ആ രംഗത്ത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും സജീവമായിട്ട് നേതൃത്വ രംഗത്തുണ്ട്. ധാരാളം പേരുമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാലത്ത്. ഓക്കെ, അതൊക്കെ നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത് PYP-യെ ഒക്കെ കൂടിയാണ് അല്ലേ? PYP-യിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഒരു സംഭവം ഉണ്ടായത്, ഈ കോളേജ് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒത്തിരി ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ഒത്തിരി വായനാശീലമുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ ഈ നാസ്തികന്മാരുടെയും ദൈവവിശ്വാസം ഇല്ലാത്തവരുടെയൊക്കെ പല പുസ്തകങ്ങളും വായിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. അല്ലാതെ അപ്പൊ ഈ വായനാശീലം കൊണ്ട് നമുക്ക് കുറെ ആശയക്കുഴപ്പങ്ങളുണ്ടായി ആ സമയത്ത്. അപ്പോൾ ഉണ്ടായത് ഈ ദൈവവിശ്വാസത്തിനെ ഞാൻ ചോദ്യം ചെയ്തൊരു സമയമുണ്ട് അക്കാലത്ത്. അല്ലെങ്കിൽ അപ്പൊ ഈ ആത്മാഭിഷേകം, അന്യഭാഷ, കൃപാവരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ള സമയത്ത് തന്നെയാണ്, കോളേജ് രാഷ്ട്രീയമുള്ള കാലത്താണ്. ആ സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടായി. അത് ഞങ്ങൾ നെല്ലിക്കുന്ന് IPC സഭയിൽ പപ്പ അന്ന് പാസ്റ്ററായി പ്രവർത്തിക്കാൻ. അന്ന് നമുക്ക് വളരെ പ്രശസ്തനായ മാങ്ങാനം ജോസഫ് എന്ന ദേവദാസൻ അവിടെ ഒരു കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി വന്നു. അപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യോഗത്തിനിടയിൽ അദ്ദേഹം വന്ന് എന്നോട് സംസാരിച്ചു. മകനെ, നിന്റെ അവിശ്വാസം ഞാൻ കാണുന്നു. നീ പല കാര്യങ്ങളും സംശയിക്കുന്നു. പ്രധാനമായിട്ടും നീ എൻ്റെ ആത്മാവിനെയും അഭിഷേകത്തെയൊക്കെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഞാൻ എന്താണോ സംശയിക്കുന്നത് അതെല്ലാം അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ ആത്മാവിനെ ഞാൻ നിന്നെ നിറയ്ക്കും എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പോ പറഞ്ഞിട്ട് പോയി. വീണ്ടും അദ്ദേഹം അതെന്നെ പ്രോത്സാഹിപ്പിച്ചു. ഈ അടുത്തതായിട്ട് ഈ ദിവസം ഇന്ന് തന്നെ ഞാൻ നിന്നെ ആത്മാവിനെ നിറയ്ക്കും എന്നൊരു ദിവസം ആ ദിവസം രാത്രി യോഗത്തിൽ തന്നെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്റെ മനസ്സിൽ ഞാൻ സംശയിച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഈ ദേവദാസം വന്ന് എന്നോട് പറയുകയാണ്. അതൊരു അത്ഭുതമായി തോന്നി. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് എത്രമാത്രം വിവേചിക്കാൻ അറിയാം. അല്ലെ, അതൊക്കെ ദൈവം കാണുന്നു. നമ്മുടെ ചിന്തകൾ ദൈവം കാണുന്നു. നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ദൈവത്തിന് കാണാൻ കഴിയുമെന്നുള്ള ഒരു ഭയവും അപ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ശരി, എന്നാൽ ഈ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആത്മാഭിഷേകം എന്നുള്ളത് ഒരു സത്യമായ ഒരു അനുഭവമാണെങ്കിൽ ഇതെനിക്ക് തരണം എന്ന് ഞാനൊരു പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആയിട്ടില്ല, ആ സമയത്ത് തന്നെ വലിയൊരു ആത്മപ്രവാഹം എൻ്റെ ശരീരത്തിലുണ്ടായി. വൈദ്യുതി അടിക്കുന്നവനാണ് നമ്മൾക്ക് ഈ വൈദ്യുത ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ആത്മപ്രവാഹം, ശക്തി, നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത പോലെ ഒരു ആത്മശക്തി എൻ്റെ മേൽ വന്ന് അന്യഭാഷകൾ സംസാരിക്കുകയും നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ ആത്മപ്രവാഹത്തിൽ ഞാൻ അകപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, അപ്പോഴാണ് ശരിക്കും ഒരു രക്ഷാനുഭവം ഉണ്ടാകുന്നത്. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ യേശുവിനെ ഇന്ന് ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഈ ബൈബിൾ മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഞായറാഴ്ച തന്നെ ഞാൻ സ്നാനപ്പെട്ടു. അഭിഷേക് അതാണ്. അതൊരു 18 വയസ്സ് ഉള്ള സമയത്താണ്. ശരി, കോളേജ് പഠന കാലമൊക്കെ തന്നെയാണ്. അതെ അതെ അതെ, കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. മാങ്ങാനം ജോസഫ് എന്ന് പറയുന്ന ദേവദാസനൊക്കെ ഒരു കാലഘട്ടത്തിലെ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ മാങ്ങാനം ജോസഫ് പാസ്റ്ററുടെ ശുശ്രൂഷയിൽ അനേകം ആത്മസ്നാനം പ്രാപിച്ചിട്ടായിട്ട് വളരെ വ്യത്യസ്തമാകുന്ന ശുശ്രൂഷ. അതൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, നേരിട്ട് കാണാൻ പോലുള്ള
അവസരങ്ങൾ ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. എന്റെ പിതാവ് ആത്മാസ്നാനം പ്രാപിക്കുന്നത്, എന്റെ മാതാവ് ആത്മസ്നാനം പ്രാപിക്കുന്നതും ഞാനും എന്റെ സിസ്റ്റർ എല്ലാം പ്രാപിക്കുന്ന ഈ ദേവദാസിന്റെ ശുശ്രൂഷ മീറ്റിങ്ങിലാണ്. എന്റെ പിതാവ് ഈ ആത്മസ്നാനം പ്രാപിക്കാൻ ഒരു 2.5 വർഷം വരെ കാത്തിരുന്നു. എല്ലായിടത്തും ഓടി നടന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സംഭവം, ഒരു പശ്ചാത്തലം ഉണ്ട് എന്റെ പുറകിൽ. ഒരിക്കലും ഇദ്ദേഹം ഒരു പെന്തിക്കോസ് വിരുദ്ധനാണ് എന്റെ ഫാദർ, വളരെ വിരുദ്ധനാണ്. കാരണം അദ്ദേഹം ഭയങ്കര മാർത്തമ സ്പിരിറ്റും ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു IPC ഹാളിലെ ഒരു കത്തിരിയോഗം അതങ്ങ് നീണ്ടുപോയി. അതൊരു 12-1 മണി വരെ നീണ്ടുപോയി, ഭയങ്കര കോലാഹലമായി. അപ്പോ ഇദ്ദേഹം വന്ന് കതവ് തുറന്ന് ചരല് വാരി ഇവരെ എറിഞ്ഞു. ഈ വിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സഹായം കൂടെ വന്ന് അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതിന് ശേഷമായിട്ട് 2.5 വർഷത്തോളം ഇദ്ദേഹം വളരെ കരഞ്ഞു വിളിച്ച് നടക്കേണ്ടി വന്നു ഈ ആത്മാഭിഷേകം പ്രാപിക്കുന്നതിന്റെ അവസാനം മാങ്ങാനം ജോസഫ് നടത്തിയ ഒരു യോഗത്തിലാണ് അദ്ദേഹം തന്റെ അനുദപിച്ച് ഈ കാര്യങ്ങളൊക്കെ അനുദപിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ആത്മസ്നാനം ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ മാങ്ങാനം ജോസഫ് നമ്മൾ അങ്ങനെയുള്ള വളരെ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. അങ്ങനെ ഒരു ഇതുണ്ട്. അതെ, ശരി. അപ്പോൾ മാങ്ങാനം ജോസഫ് പാസ്റ്റർ, ഞാൻ നേരത്തെ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ മാങ്ങാനം ജോസഫ് പാസ്റ്റർ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുകയോ അങ്ങനെ ചില ദൂതുകൾ പറയുകയൊക്കെ ചെയ്തൊരു അനുഭവം. എനിക്ക് തോന്നുന്നു അന്യഭാഷ പറഞ്ഞപ്പോൾ മറ്റൊരു ഭാഷ സംസാരിച്ചല്ലേ? അല്ല അതങ്ങനെയല്ല. അതെ, എന്തോ ഞാനൊരു ചെറിയ ഓർമ്മയുണ്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞതായിട്ടൊരു ഓർമ്മ. അതെ. അതായത് അന്ന് ആത്മസ്നാനം പ്രാപിച്ച ദിവസം വൈകിട്ട് രാത്രിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ദൈവാത്മാവിന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, തനിച്ച്. അപ്പൊ ഞാനും അദ്ദേഹം മാത്രമായിട്ട് ഞങ്ങളുടെ സഭാ ഹാളിലേക്ക് രാത്രി പോയി. എന്നെ 12 മണിയോളം രാത്രിയിൽ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. നെല്ലിക്കോൺ സഭാ ഹാളിൽ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പല ഭാഷകളിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പൊ സുറിയാനി എനിക്ക് മനസ്സിലായി, കാരണം ഞങ്ങളുടെ ഈ യാക്കോബായ പശ്ചാത്തലമുള്ള കുടുംബങ്ങളായതുകൊണ്ട് സുറിയാനി എനിക്ക് കുറെ അറിയാം. അപ്പൊ പല ഭാഷകൾ സംസാരിച്ചു. അങ്ങനെ അതിനിടയിൽ അദ്ദേഹം എന്നെ തോളത്ത് കൈവച്ചു. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ ഒരു 6 മിനിറ്റോളം ഇംഗ്ലീഷിൽ അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു അനേക കാര്യങ്ങൾ. ഇന്നിപ്പോ ഞാൻ പ്രവർത്തിക്കുന്ന പല മേഖലകളിലും എത്തിപ്പെടുന്നതിനെ കുറിച്ച്, അമേരിക്കയിൽ എത്തുന്നതിനെ കുറിച്ച്, ഞാനിപ്പോ എന്റെ പല മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്നത്തെ മിഷന് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ അദ്ദേഹം ആ ദൂതിലാണ് എന്നോട് പറയുന്നത് 6 മിനിറ്റോളം. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പല രാജ്യങ്ങളിലേക്ക് അന്യഭാഷക്കാരെ സ്വാധീനിക്കും, നീ രാജാക്കന്മാർക്കും പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും നീ ഉപദേശകനായിരിക്കും, അവിടെ നിങ്ങളിലേക്ക് ചെവി ചായ്ക്കും, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു കോൺഗ്രസ് പ്രവർത്തനമായിരുന്നുകൊണ്ട് ഇനി ഡൽഹിയിലെങ്ങാനും ഒരു കാലത്ത് പോയി ഇന്ദിരാഗാന്ധിയോട് സംസാരിക്കുന്നതായിരിക്കാം ഇദ്ദേഹം പറയുന്നത്. അതുവരെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ അസാധ്യമായ കാര്യമാണ് അത് അന്നത്തെ കാലത്ത്. അപ്പൊ ഇത് എന്താണ് ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ, ഇംഗ്ലീഷ് അറിയാമോ? അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒരു വാക്കും അറിയില്ല. 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇംഗ്ലീഷിൽ അറിയാവുന്നത് നോ ഇംഗ്ലീഷ്, ഉള്ളി മലയാളം എന്ന് പറയാൻ അറിയാം, അത് മാത്രമേ അറിയാം. പക്ഷെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ പല ഭാഷകൾ അദ്ദേഹം സംസാരിക്കാറുണ്ട് ദൈവാത്മാവിനാൽ. പക്ഷെ അതെല്ലാം തന്നെ ഈ 40 വർഷം കഴിഞ്ഞിട്ട് 2020 അമേരിക്കയിലേക്ക് വന്ന ശേഷമായിട്ട് അമേരിക്കയിലെത്തി 2020 എല്ലാം നിവൃത്തിയാകുന്ന ഒരു കാര്യമാണ് ഞാൻ ജീവിതത്തിൽ കണ്ടത്. അദ്ദേഹം എന്താണോ എന്ന് പറഞ്ഞത് അത് മുഴുവൻ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നിവൃത്തിയാകാനായിട്ട് ഇനി അല്പം കൂടെ ബാക്കിയുണ്ടെന്നേ എനിക്ക് തോന്നുള്ളൂ. ബാക്കിയെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എൻ്റെ ജീവിതത്തില് ഈ ദൈവാലോചനയ്ക്ക് വലിയ വിശ്വാസ്യത എനിക്കുണ്ടായി. ഞാൻ ഇത് പലരോടും ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായിട്ടും ഒക്കെ തന്നെ. അപ്പൊ അതെന്റെ ജീവിതത്തെ വളരെ ശക്തീകരിച്ചു. ദൈവം നമ്മുടെ ഭാവി അറിയുന്നു. നമുക്ക് നമ്മുടെ ഭാവി അറിയില്ല, ദൈവത്തെ നമ്മുടെ ഭാവി അറിയാം. ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും നമ്മുടെ മേലുണ്ട്. ആ ദൈവം പൂർത്തീകരിക്കും എന്നായാലും ദൈവത്തിന്റെ സമയത്ത് അത് പൂർത്തീകരിക്കും എന്നൊക്കെയുള്ള ആ വ്യക്തമായ വേദപുസ്തക സത്യങ്ങളാണ് ഈ അനുഭവങ്ങളോടൊക്കെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാങ്ങാനം ജോസഫ് അന്ന് പറഞ്ഞ പ്രവചനങ്ങൾ ഇന്ന് നിവർത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഒന്നുമല്ല, സാക്ഷാൽ ട്രംപ് ഒരു എന്താ പറഞ്ഞേ, ലോക നേതാവാണ്. ട്രംപ് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അസാധാരണ ഒരു വ്യക്തിത്വമാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഒരു മനുഷ്യനാണ്. ഞാൻ 2020 അദ്ദേഹത്തിനോട് ഞാനൊരു ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയായിരുന്നു അമേരിക്കയിൽ. അനുഭാവി മാത്രമല്ല, സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു.
ഞാൻ പ്രസിഡന്റ് ഒബാമയ്ക്ക് വേണ്ടിയും ഹിലരി ക്ലിന്റന് വേണ്ടിയും ഒക്കെ ക്യാമ്പയിനുകൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബിൽ ക്ലിന്റനുമായിട്ട് ചേർന്ന് വരെ പ്രവർത്തിച്ചിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് ഹിലരിക്ക് വേണ്ടി. അപ്പോൾ എന്നാൽ പെട്ടെന്ന് ചില അനുഭവങ്ങൾ എനിക്കിവിടെ ഉണ്ടായി, അമേരിക്കയിലുണ്ടായി. ചില ബോധ്യങ്ങളുണ്ടായി, ചില ദർശനങ്ങൾ എനിക്കുണ്ടായി, ട്രംപുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ചില സംഭവങ്ങളാണ്, ജീവിതാനുഭവങ്ങളാണ് എന്നെ ട്രംപിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. ആ മനുഷ്യനെ കൂടുതൽ ശരിക്കും പഠിക്കാൻ ഒരു ആരംഭിച്ചു. ഒരു വിഷൻ ഉണ്ടായി എന്നാ പറയുന്നത്. അതെ അതെ അതെ, വിഷയം ഉണ്ടായി. ട്രംപിനെ കുറിച്ച് വിഷയം ഉണ്ടായി. അതെ, വിഷയം പറയണമെങ്കിൽ ഞാൻ പറയും. എന്താ വിഷയം എന്ന് പറയണോ? അല്ല, എനിക്ക് വലിയ കൗതുകമായി. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു വിഷൻ ഉണ്ടായി, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ കൗതുകമാകും. അപ്പം അത് പറയാൻ പറ്റുമോ? ഞാൻ തീർച്ചയായും ഞാൻ എൻ്റെ ബുക്കിൽ എഴുതുന്ന കാര്യമാണെങ്കിൽ ഞാനിപ്പം പറയാം. 2019 സെപ്റ്റംബർ 19 സെപ്റ്റംബർ 2019 ഒരു ദർശനം ഉണ്ടാകുകയാണ്. ഇപ്പൊ ഞാൻ കാണുന്നത് വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡൻ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ പടത്ത് കണ്ടിട്ടേ ഉള്ളൂ, ഫോട്ടോയിട്ട് കണ്ടില്ല. ആ റോസ് ഗാർഡനിൽ ഒരു രാവിലെ സമയത്ത് സൂര്യൻ ഉദിച്ചു വരികയാണ്. അദ്ദേഹം ട്രംപ് അന്നേരം ഇറങ്ങി വരുന്നു. ധാരാളം പേരോട് നിൽപ്പുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി സന്ദർശകർ എത്തിയിരിക്കുകയാണ്. അപ്പൊ നല്ല പ്രഭാത സൂര്യന്റെ ശോഭയാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് അത് അടിക്കുന്നുണ്ട്, ഭയങ്കരമായ ശോഭയാണ്. അപ്പോ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് ദർശനത്തിൽ. അപ്പൊ അദ്ദേഹം അവരെ നോക്കിയിട്ട് തിരിഞ്ഞെന്നെ നോക്കുകയാണ്. തിരിഞ്ഞെന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തടിച്ച് അതേ പ്രഭ എന്റെ മുഖത്ത് പ്രതിഫലിച്ചു എന്റെ മുഖത്ത്. അപ്പൊ എന്റെ കണ്ണ് മഞ്ചിപ്പോയി. ഞാനിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രഭ എന്നെ നോക്കിയപ്പോൾ എന്റെ മുഖത്തേക്ക് പ്രസരിക്കുന്നു, അതെന്റെ മുഖത്തുനിന്ന് പ്രസരിക്കുന്നു. അപ്പൊ ഇത് ഞാനിങ്ങനെ കാണുന്നു. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്, കൈ നീട്ടിയാണ് നടന്നു വരുന്നത്, ഷെക്കാൻ ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിത് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ പ്രസിഡന്റുമാരെ കാണാനൊക്കെ ഉള്ള എന്റെ ഒരു മോഹം ഉണ്ടല്ലോ, അതിന്റെ പേരിൽ മനസ്സിൽ കിടന്ന മോഹമൊക്കെ രാത്രി ദർശനമായിട്ട് വരുന്നതായിരിക്കും എന്ന് ചിന്തിച്ച് അതിനെ ഞാൻ അവഗണിച്ചു. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. ഇപ്പൊ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരികയില്ല, അദ്ദേഹത്തെ നമ്മൾ അങ്ങോട്ടാണ് പോയി കണ്ടത്. ഇങ്ങോട്ട് വരാൻ ഒരു സാധ്യതയില്ല, അതൊരു പ്രോട്ടോകോൾ ലംഘനമാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള സിവിലിയൻസ് ആണ്, നമ്മളാരും ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലല്ലോ പോയി ഇങ്ങോട്ട് വന്ന് കാണാനായിട്ട്. അപ്പൊ ഇത് എന്റെ മനസ്സിലുണ്ടായി, ഞാനതിനെ അവഗണിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് 2020 കോവിഡ് കാലമായി. ആ ഏപ്രിലാണ് ട്രംപ് ക്യാമ്പയിന്റെ ചെയർമാൻ എഡ് റോളിൻസ്, അമേരിക്കയിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് എഡ് റോളിൻസ്. അദ്ദേഹം 1982 റൊണാൾഡ് റേഗന്റെ ക്യാമ്പയിൻ ചെയർമാൻ ആയിരുന്നു എഡ് റോളിൻസ് ആ കാലത്ത്. അപ്പൊ അദ്ദേഹം അമേരിക്ക ഏറ്റവും അറിയപ്പെടുന്ന ആളാണ് എഡ് റോളിൻസ്. ഇപ്പൊ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാനം. അദ്ദേഹം ഞാനുമായിട്ട് ഒരു 25 വർഷത്തെ പരിചയമുണ്ട്, നല്ല ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അദ്ദേഹം ഞാൻ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ സ്ഥിര സന്ദർശകനാണ്. അപ്പൊ അന്ന് തൊട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തോടൊപ്പം. അദ്ദേഹം റിപ്പബ്ലിക്കൻ ആയിരുന്നു, ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ പല ക്യാമ്പയിനുകളും ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എന്നെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ട്രംപിന്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് 2020. അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്റെ ജോലിയെല്ലാം പോയി, ഞാൻ എന്റെ ബിസിനസ് എല്ലാം അടച്ചു, ഞാൻ വീട്ടിൽ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ ക്ഷണിക്കുകയാണ് ട്രംപ് ക്യാമ്പയിനിൽ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ട്രംപ് ക്യാമ്പയിനിലേക്ക് എന്താണ്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് ആയിരിക്കാം, അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഏതെങ്കിലും ഒരു ചെറിയ രംഗമായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. ട്രംപ് ക്യാമ്പയിനിലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന സംഘത്തിലെ ഒരു അംഗമായിട്ട് അദ്ദേഹത്തിന്റെ കോർ ഗ്രൂപ്പിലേക്കാണ് അദ്ദേഹം എന്നെ ക്ഷണിച്ചതും. ആ ആഴ്ച തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ ആണ്. ട്രംപിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ട്രംപ് ക്യാമ്പയിന്റെ ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്റർവ്യൂവിലാണ് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് 2020 ഇങ്ങനൊരു. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ ആ ഇന്റർവ്യൂ കഴിഞ്ഞു. അതിലേക്ക് 7 മാസത്തേക്ക് ഞാനൊരു കോൺട്രാക്ട് ഉണ്ടായി, അതേ പ്രവേശിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വരികയാണ്, ഒരു ഇമെയിൽ വരികയാണ് ട്രംപിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന്. എന്താണ് ട്രംപ് പ്രസിഡന്റുമായിട്ട് സംസാരിക്കാനുള്ളത്, എന്താണ് എനിക്ക് പ്രസിഡന്റിനോട് കൺവേ ചെയ്യാനുള്ള എന്റെ മെസ്സേജ് എന്താണ് ഇന്നത്തെ. അപ്പൊ എനിക്കെന്തും പറയാം, എന്തും അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹത്തിന്റെ ക്യാമ്പയിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉപദേശിക്കാം. അദ്ദേഹം പ്രസിഡന്റാണ് ആ സമയത്ത്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുകയാണ്, 2ാമത് മത്സരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ഓർത്തത് മാങ്ങാനം ജോസഫിന്റെ പ്രവചനം. 40 വർഷം കഴിഞ്ഞപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് ഉപദേശിക്കാനുള്ള ഒരു അവസരം ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പെട്ടെന്ന് ഞാൻ ദൈവസന്നിധിയിൽ വളരെയധികം വിനയാന്വിതനായി, വളരെയധികം ദൈവത്തെ വളരെയധികം സ്തുതിച്ചു. കാരണം ദൈവമേ, എത്ര കൃത്യമായിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുന്നത്. അപ്പൊ ദൈവം എത്ര
കൃത്യതയോടുകൂടിയാണ് നമ്മൾ ജീവിതം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. നമ്മൾ ജനിക്കുന്ന മുതൽ മരിക്കുന്ന വരെയുള്ള ഓരോ ദിവസവും ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ പോകണം, എവിടെ താമസിക്കണം, എന്തെല്ലാം ദൈവത്തിന്റെ പ്ലാനിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ തിരിച്ചറിവും ബോധ്യങ്ങളുമാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ട്രംപ് ക്യാമ്പയിനിൽ 20 തൊട്ട് പ്രവർത്തിച്ചു. 21 പാർട്ടിയുടെ ചെയർമാൻ എന്നെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അപ്പൊ ആ രംഗത്തൊക്കെ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരും തന്നെ ഈ 2 രംഗത്തും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചില നിർണായകമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം ദൈവം തന്നു. അപ്പൊ ഈ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ദർശനം ഞാൻ ഓർത്തു, ട്രംപിന്റെ ക്യാമ്പയിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് 2019 എന്റെ ദർശനം ഓർക്കുന്നത്. അതുകൊണ്ടല്ലേ ട്രംപ് എന്നെ ക്ഷണിച്ചിരിക്കുന്നു, ട്രംപിന്റെ ക്യാമ്പയിൻ ക്ഷണിക്കുന്നു, ട്രംപ് ക്ഷണിക്കുന്ന ഒരുപോലെയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ വർഷം വീണ്ടും അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ പൂർണ്ണസമയം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ജോലി ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. അതും ജീവിതത്തിലെ വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് ഞാൻ എന്നും കാണുന്ന കാര്യമാണ്. ഇതാണ് ഈ അമേരിക്കൻ രാഷ്ട്രീയ. അതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. കാരണം ഞാൻ പിന്നെ ആവർത്തിക്കുക, ഈ കാലഘട്ടത്തിലും മാങ്ങാനം ജോസഫിനെ പോലെ, വാര്യാപുരം ഔറാച്ചാനെ പോലെയുള്ള പ്രോഫറ്റ്സ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഈ ജനറേഷനിലും അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. ദൈവത്തിന്റെ ശക്തിക്ക് കുറവൊന്നുമില്ല, പക്ഷെ അവരെ പോലെ അവൈലബിൾ ആയിട്ടുള്ള ദൈവമക്കളുടെ കുറവേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കൈമോശം വന്നിട്ടുള്ളത് ആത്മശക്തിയാണ് കൈമോശം വന്നിരിക്കുന്നത്. നമുക്ക് ധാരാളം സമ്പത്തുണ്ട്, പണത്തിനൊരു കുറവില്ല, സ്ഥാപന ജംഗ വസ്തുക്കൾ നമ്മുടെ സഭയ്ക്കെല്ലാം ധാരാളം വാരിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ സമയത്താണ് ഞാനൊരു സംഭവം ഓർക്കുന്നത്. പണ്ട് പോപ്പിനെ കാണാൻ വേണ്ടി ഒരു കഠിന ഒരു സെയിന്റ് പോയി. ഒരു സെയിന്റ്, ഏതാ പേര് മറന്നത്. പോപ്പിനെ കാണാൻ പോയപ്പോ പോപ്പ് അദ്ദേഹത്തെ തന്റെ സ്വർണ്ണ കൂമ്പാരങ്ങളെല്ലാം കാണിച്ചു. ഭയങ്കര. അപ്പൊ പോപ്പ് എല്ലാം കൊണ്ട് കാണിക്കുകയാണ്. അപ്പം എല്ലാ സ്വർണം, വെള്ളി തുടങ്ങിയിട്ടുള്ള റോമിലെ തന്റെ വത്തിക്കാനിലെ എല്ലാ കൂമ്പാരങ്ങളും കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, സ്വർണം വെള്ളി നമുക്കില്ല, ഇനി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ലോകത്തിലെ വലിയ ട്രഷറാണ്. ഭയങ്കര എത്രയോ വിലമതിക്കാനാകാത്ത സ്വത്തുക്കളാണ് വത്തിക്കാനിലുള്ളത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ ദേവദാസൻ പറഞ്ഞു, അപ്പോ ഈ പക്ഷപാതക്കാരോട് കിടക്കി നടക്കാൻ പറയാനുള്ള അധികാരവും നമുക്കില്ലാതെ പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു, കാരണം സ്വർണ്ണം വെള്ളി ഇല്ല എന്ന് പറഞ്ഞിട്ട് നടക്കാന്ന് പറയും പക്ഷപാതക്കാരോട്. ഇപ്പൊ നമുക്ക് നടക്കാൻ പറയാൻ പറ്റത്തില്ല, സ്വർണ്ണം വെള്ളിയുണ്ട്, പക്ഷെ നടക്കാൻ പറയാനുള്ള അധികാരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ നമ്മുടെ ആത്മീയ സമൂഹം. കാരണം നമുക്ക് അധികാരം നഷ്ടപ്പെട്ടു. അധികാരത്തിന്റെ ആത്മശക്തിയുടെ അധികാരം, അല്ലെങ്കിൽ രോഗശാന്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വീരപ്രവർത്തികൾ നടക്കാനുള്ള ആത്മശക്തിയുടെ അധികാരങ്ങളാണ് നഷ്ടപ്പെട്ടത് ഈ നമ്മുടെ സമ്പത്ത് കൂടിയപ്പോൾ. ഇതാണ് നമുക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഒരുപക്ഷെ അത് വളരെ കറക്റ്റായ ഒരു നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയം പെന്തക്കോസ്തുകാർക്ക് അത്ര ദഹിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയക്കാരനെയാണ്. അപ്പം അസാദിയിലെ ആളുകൾ എന്നോട് ചോദിക്കും, രാഷ്ട്രീയം നമുക്ക് പറ്റുമോ എന്ന്. ആ ചോദ്യം ഞാനങ്ങ് ചോദിക്കുക, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി അങ്ങ് ചോദിക്കുക. അല്പം ഹാർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത് ഇന്ന് സ്വല്പം കട്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന്. ഇല്ല, അത് നല്ല ചോദ്യമാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ രാഷ്ട്രീയം നമുക്ക് നിഷിദ്ധമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അല്ല എന്നാണ് മറുപടി. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനുപരി ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനി എന്നുള്ളതിലല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ആത്യന്തികമായി ഞാനൊരു ക്രിസ്ത്യാനി, ഒരു സുവിശേഷകനുമാണ്. അപ്പോ എന്റെ ദൗത്യത്തിന്റെ ഭാഗം തന്നെയാണ് ഈ രാഷ്ട്രീയ ഇടപെടൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. എങ്ങനെയാണ് നമ്മൾ ഉപ്പായി തീരുന്നത്, എങ്ങനെയാണ് വെളിച്ചമായി തീരുന്നത്? ഈ സമൂഹമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയം എന്ന് പറയുന്നത് സഭകളിനകത്ത് ഒതുക്കി തിളച്ചിടാനുള്ളതല്ല നമ്മുടെ ആത്മീയം. നമ്മുടെ ആത്മീയം സമൂഹമായിട്ട് ബന്ധപ്പെട്ടാണ്. സമൂഹത്തോട് നമ്മുടെ ദർശനങ്ങളും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ ജീവിത ശൈലിയൊക്കെയാണ് നമ്മുടെ ആത്മീയം നിശ്ചയിക്കുന്നത്. അപ്പം ഭൂമിയുടെ ഉപ്പായിട്ട് മാറേണ്ട ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ലോകത്തിന് വെളിച്ചമാകേണ്ട ക്രിസ്ത്യാനികൾ, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ രംഗത്ത് നമ്മൾ ഇടപെടണം. അതിന് പരിധിയുണ്ട്, തീർച്ചയായും പരിധിയുണ്ട്. നമ്മുടെ ആത്മീയം വിട്ട് നമുക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ജയ് വിളിക്കാനോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഹോമിക്കാനോ
അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ എന്താ പറയുക ചാവേറാകാൻ വേണ്ടി ഒന്നുമല്ല. അതൊന്നും അല്ല ആത്മീയം. അതല്ല ഈ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ ആര് ഭരിക്കണം, എങ്ങനെയുള്ള ഒരു ഭരണകൂട രാഷ്ട്രത്തിൽ ഉണ്ടാകണം. ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് 5 മക്കളുണ്ട്. ഈ കർത്താവ് വരാൻ താമസിച്ചാൽ അവർക്കൊക്കെ തലമുറ ഉണ്ടായി. ഇതുപോലുള്ള തലമുറകൾ ജീവിക്കേണ്ട അമേരിക്കയിൽ ആര് ഭരിക്കണം, എത്ര സർക്കാർ ഉണ്ടാകണം, എത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് നടപടികളാണ് ഈ സർക്കാർ രൂപീകരിക്കേണ്ടത്, അതൊക്കെ നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ ആ കാഴ്ചപ്പാടുകൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാരുകൾ എന്താണെന്ന് നിശ്ചയിക്കാൻ ഒരു അവകാശം ദൈവമക്കൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്. നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം കൂടെ നിർവഹിക്കണം. അതുപോലെ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മളെ നല്ല ക്രിസ്ത്യാനികളായിട്ടുള്ള ദൈവമക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ആ രംഗത്ത് കടന്നു ചെന്ന് ശുദ്ധീകരിക്കണം. ഉപ്പായി മാറണം. ഉപ്പ് ശുദ്ധീകരണമല്ലേ. വെളിച്ചം എന്ന് പറയുന്നത് ഇരുട്ടായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ വെളിച്ചം പകരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഇടപെടലുകൾ അതൊരു നിഷിദ്ധമായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നമ്മൾ സാക്ഷികളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കർത്താവിന്റെ സാക്ഷികളാണ്. നമ്മുടെ സാക്ഷ്യം നമ്മൾ അവഗണിച്ചുകൊണ്ട്, നമ്മുടെ ദൗത്യം നമ്മൾ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും അനുവദനീയമല്ല. അത് ദൈവവചനം അംഗീകരിക്കുന്ന കാര്യമാണ്. അത് എല്ലാം ബാലൻസ് ചെയ്ത് പോകണം. ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയവും അമേരിക്കയിലെ രാഷ്ട്രീയവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും എതിർ പാർട്ടിക്കാർ നമ്മുടെ ശത്രുക്കളായി മാറുന്ന, ഒരുപക്ഷെ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് നമുക്ക് ജീവിതത്തിൽ പാലിക്കാനൊക്കാത്തതുപോലുള്ളൊരു രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ, കേരളത്തിലേക്ക് രാഷ്ട്രീയം. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല, അല്ലേ? അമേരിക്കയിലെ രാഷ്ട്രീയം വളരെ സുതാര്യവും പ്രതിപക്ഷ ബഹുമാനവും ഉള്ളതൊക്കെയാണെന്ന് ഒരു കാലം വരെ എനിക്ക് തോന്നി. ഈ അടുത്ത സമയങ്ങളൊക്കെ അതിന് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. പരസ്പരം ചെളിവാരി എറിയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഒരു രണ്ട് രാഷ്ട്രീയം കണ്ട വ്യക്തി എന്ന നിലയിൽ അതെ, വ്യത്യാസമുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് വളരെ അതിന്റെ പ്രവർത്തന ശൈലികൾ വ്യത്യാസമുണ്ട്, കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ രംഗം ഏതാണ്ട് തുല്യമാണ്. നമ്മുടെ രാഷ്ട്രീയ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഒരേ കാര്യങ്ങളാണ്. പക്ഷെ ജനങ്ങളാണ് ഏറ്റവും ജനങ്ങളാണ് എല്ലാ രാഷ്ട്രീയത്തിലെ ജനസേവനം എന്നുള്ള കാര്യത്തിൽ രണ്ടിടത്തും ഒരേ ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം, എത്രമാത്രം നമ്മൾ ജനങ്ങളെ ഏത് നിലയിൽ സേവിക്കണം. അമേരിക്കൻ രാഷ്ട്രീയം കുറച്ചുകൂടെ പ്രൊഫഷണലാണ്. അതൊരു ബിസിനസ് ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്ന പോലോ ഉള്ള ഒരു പ്രൊഫഷണൽ രീതിയാണ്. അവിടെ നമ്മൾ എതിരാളികളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ നിഗൂഢ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ കോൺസ്പിറസിയോ അല്ലെങ്കിൽ അതൊന്നും സാധാരണ പതിവില്ല. പിന്നെ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ള ചില പ്രവണതകൾ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെയധികം പുതിയ കാര്യങ്ങളാണ്. അത് അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം കൂടെ സ്വാധീനിക്കുകയായിരിക്കും അമേരിക്ക, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, ഏറ്റവും വലിയ ബേസ് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൈവിധ്യങ്ങളും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വൈവിധ്യങ്ങളും ലോകത്തെങ്ങുമില്ല. രാഷ്ട്രീയം പഠിക്കാൻ ലോകം ഇന്ത്യയിലേക്കാണ് നോക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ യൂണിവേഴ്സിറ്റിയിൽ അല്പം ഒന്ന് പഠിച്ചോണ്ട്, ചെറിയ കേസ് പഠിച്ചോണ്ട് ട്രംപിനെ ഉപദേശിക്കാനുള്ള ഒരു പ്രധാന ക്വാളിഫിക്കേഷൻ അല്ലേ? തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം നമുക്ക് തരുന്ന പാഠങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കാരണം നമുക്ക് വളരെയധികം എന്താ പറയുക, തന്ത്രശാലികളാണ് കേരള രാഷ്ട്രീയ നേതാക്കന്മാർ, പഴയ കാലത്തുള്ളവർ. അപ്പൊ അവരെയൊക്കെ നമ്മൾ കണ്ടു പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും തന്ത്രങ്ങളൊന്നും അമേരിക്ക ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക കുറച്ച് പ്രൊഫഷണലാണ്, നേരെ പോകുന്നു. ഒരു പക്ഷേ പിന്നെ രാഷ്ട്രീയ രംഗത്ത് വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ ഇതാണ്. അപ്പൊ ആ ഒരു മത്സരത്തിൽ പലപ്പോഴും പക്ഷെ നമ്മൾ ഒരു ക്രിസ്തീയ ദർശനത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിയായ നിലയിൽ ശരിയായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, അത്ര ഒരു ക്യാമ്പയിൻ നടത്തുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ വ്യാജം പറയുകയും വ്യാജം പ്രചരിപ്പിക്കുകയും എതിരാളികളെ ആക്രമിക്കാൻ വേണ്ടി കള്ളക്കേസുകൾ കൊടുത്ത് അല്ലെ അവരെ അകത്താക്കാൻ ശ്രമിക്കുക, അല്ലെ അവരെ വധിക്കാൻ ശ്രമിക്കുക, അതൊക്കെയാണ് ഭയങ്കര പൈശാചികമായ പ്രവർത്തനങ്ങൾ. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും അത് പൈശാചികമാണ്, അത് രാഷ്ട്രീയമല്ല, അത് പൈശാചിക പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ കൃത്യ വസ്തുത. അതാണ്. ട്രംപിനെ സാധാരണയായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കിക്കാണുന്നവർ, ഞങ്ങളെപ്പോലുള്ളവർ കാണുന്നത് ഒരു ഇവാഞ്ചലിക്കൽസ്, പെന്റിക്കോസ്റ്റൽസ് അല്ലെങ്കിൽ കരസ്മാറ്റിക്സ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെയൊക്കെ വലിയ സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തിയായിട്ടാണ്. അങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലിൽ അമേരിക്കയിൽ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു ധ്രുവീകരണം?
രാഷ്ട്രീയ തീർച്ചയായിട്ടും അതെ. ട്രംപിന്റെ വിജയത്തിന് പിന്നിൽ ഇവാഞ്ചലിക്കൽസിന് വളരെ പങ്കുണ്ട്. ധാരാളം എല്ലാ സംസ്ഥാനങ്ങളിൽ തന്നെ ഇവാഞ്ചലിക്കൽസ്, കൺസർവേറ്റീവ് അദ്ദേഹത്തിന് കൊടുത്ത അമിതമായ പിന്തുണയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അത് 2016 ഈ പ്രാവശ്യം, പ്രത്യേകിച്ച് ഈ വർഷം. കാരണം ഈ രാജ്യം പോകുന്ന ഒരു പോക്ക്, പ്രോഗ്രസീവ് മൂവ്മെന്റ്, അതായത് അമിതമായിട്ടുള്ള ലിബറൽ ആശയങ്ങൾ ഈ അമേരിക്കയെ വളരെയധികം വിപത്തിലേക്ക് കൊണ്ടുപോകുന്നു. അമേരിക്കൻ ജനതയെ, അമേരിക്കൻ യുവതലമുറയെ വഴിതെറ്റിക്കും, അല്ലെങ്കിൽ അമേരിക്കയുടെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്. അമേരിക്ക ശക്തമാകണം, ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായിട്ട് വീണ്ടും അമേരിക്ക നിലനിൽക്കണം. അപ്പൊ ഇതൊക്കെ തന്നെ ദർശനമുള്ള ഇവാഞ്ചലിക്കൽസ് ആണ്. ട്രംപിനെ പോലെ ഒരാൾ വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. വീണ്ടും ലിബറൽ പാർട്ടികൾ വന്നാൽ അമേരിക്കയിലെ ഈ നാശം കൂടത്തേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം അതിനെ പറ്റിയ ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ വധശ്രമങ്ങളെ അതിജീവിച്ചത്. 2 പ്രാവശ്യം അദ്ദേഹത്തിന് വധശ്രമം ഉണ്ടായി. ഒരു പ്രാവശ്യം 6 വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്കാണ് നിറയൊഴിച്ചത്. വളരെ മാരകമായ തോക്കെന്നാണ് വെടിയൊഴിച്ചത്. പക്ഷേ ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന്റെ ചെവിയുടെ അറ്റം മാത്രം ടച്ച് ചെയ്ത് പോയി. അതൊക്കെ ഭയങ്കര അത്ഭുതം. അപ്പൊ അന്ന് എനിക്കുണ്ടായ കൺഫർമേഷൻ ഉണ്ട്, ഈ മനുഷ്യനെ ദൈവം തീർച്ചയായിട്ടും നിയോഗിച്ചിരിക്കുകയാണ്. ദൈവത്തെ നിയോഗമുണ്ട് മനുഷ്യൻ. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ നേതൃത്വം കൊടുക്കാൻ അമേരിക്കയെ ദൈവം ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായത് ആ സംഭവത്തോടുകൂടി. അല്ലെ എങ്ങനെ അദ്ദേഹം രക്ഷപ്പെടും? അദ്ദേഹത്തിന്റെ പുറകിൽ ആ വെടികൊണ്ട് ഏറ്റവും മരിച്ചു. അപ്പോ ഇതൊക്കെ തന്നെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു ഇത്രമാത്രം ആക്രമണം ഉണ്ടായത്. ലോകത്ത് അമേരിക്കൻ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റിനും നേരിടാത്ത തരത്തിലുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ, കേസുകൾ, അദ്ദേഹത്തെ ജയിലിലേക്കുള്ളയാക്കാൻ, അയോഗ്യനാക്കാൻ നടത്തിയ ധാരാളം വേട്ടയാടൽ കടന്നുപോയ ഒരാളാണ് പ്രസിഡന്റ് ട്രംപ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കും. അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അദ്ദേഹം ഒരു ലിബറൽ ആണെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ വാഴ്ത്തിയാലും എല്ലാ ലിബറൽ മീഡിയകളും അദ്ദേഹത്തെ വാഴ്ത്തും, ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തും. ഒരു കൺസർവേറ്റീവ് ആയി നിൽക്കുന്നതുകൊണ്ടും അദ്ദേഹം യേശുക്രിസ്തുവിനെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതുകൊണ്ടും അമേരിക്കയെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു ആഹ്വാനം, അതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ കാരണം. അതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അതെ, ഒത്തിരി ചോദ്യങ്ങൾ ട്രംപിനെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാനുണ്ട് കേട്ടോ. ഞാൻ വേഗത്തിൽ അതുകൊണ്ട് 1-2 ചോദ്യങ്ങൾ കൂടെ ചോദിക്കുക. എനിക്കും ഒരു ഡെമോക്രാറ്റിക് അനുകൂല ചിന്താഗതിയുള്ളൊരു കാലമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ട്രംപ് ആദ്യം ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു പാഠഭേദം ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലോകം തീവ്ര വലതുപക്ഷത്തേക്ക് പോവുകയാണ്, ഇന്ത്യയിലെ മോദിയുടെ മറ്റൊരു മുഖമാണ് ട്രംപ്, ഒരു നാണയത്തിൻ്റെ 2 മുഖങ്ങളാണെന്നൊക്കെ ഞാൻ അന്ന് എഴുതിയിരുന്നു. എന്നാൽ ട്രംപിന് ആ വെടി കൊള്ളാതെ രക്ഷപ്പെട്ട സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു പാഠഭേദം നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞത് ദൈവത്താൽ സംഭവിച്ചതാണ്. കാരണം അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ഒന്ന് തിരിക്കുന്നു. ആ സമയത്താണ് ആ ബുള്ളറ്റ് പോകുന്നത്. ആ തല തിരിക്കുന്നില്ലെങ്കിൽ ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ തല തുളച്ച് കയറും. അത് വളരെ കൃത്യമാണ്. അത് ദൈവത്തിൻ്റെ കരമില്ലെങ്കിൽ സംഭവിക്കത്തില്ല. അപ്പം എൻ്റെ ചിന്താഗതിയെ അപ്പം ഞാൻ അത് സാറേ സോറി കേട്ടോ, എൻ്റെ ആവേശം കൊണ്ട് അങ്ങ് കയറി പറയുക. ഞാൻ അന്ന് അതിന് ടൈറ്റിൽ കൊടുത്തത് ട്രംപിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മാറിയെന്ന. ഇതേ അനുഭവം എനിക്കുള്ളത്. കാരണം 2016 അദ്ദേഹം പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ യോഗ്യനല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ ഹിലരിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ പറയില്ല, ഹിലരി തോറ്റപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ച ആളാണ്. ഞാൻ അത്താഴം പോലും കഴിച്ചില്ല അന്ന് രാത്രിയിൽ, വിഷമമുണ്ട്. അവരൊരു ആദ്യത്തെ അമേരിക്കയിൽ ഒരു വനിതാ പ്രസിഡന്റ് വരുമെന്നുള്ള വലിയ ദർശനമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇല്ല പ്രവർത്തിച്ചത്. എന്നാൽ പിന്നീട് ട്രംപിനെ ഞാൻ വളരെ വ്യക്തിപരമായി കണ്ടുപഠിച്ചു, അദ്ദേഹത്തെ നിരീക്ഷിച്ചു എന്നുള്ളതാണ് ഈ വ്യത്യാസങ്ങളൊക്കെ എന്നെ ഉണ്ടായത്. പിന്നെ ദർശനമുണ്ട്, എനിക്കുണ്ടായ ദർശനമൊക്കെ എന്റെ ഭാഗമാണ്. അപ്പോ ഈ ഒരു വെടിയുണ്ടല്ല, 6 വെടിയുണ്ടുകളാണ് അദ്ദേഹത്തിന്റെ പോയത്. അപ്പോൾ എന്നിട്ട് ഒരു വെടിയുണ്ട് പോലും ഏക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. വലിയ അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. അപ്പോ ദൈവം ഒരു മറ്റൊരു കാര്യമുണ്ട്, ട്രംപിനെ കുറിച്ച് ഈ പല മീഡിയകളുമാണ് ഇത്തരത്തിലുള്ള പല തെറ്റായ ധാരണകൾ ഈ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പ്രചരിപ്പിക്കുന്നത്. ലിബറൽ മീഡിയകളെയാണ് പല മീഡിയകളും ഫോളോ ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. ട്രംപ് ഒരു വളരെയധികം മനുഷ്യ സ്നേഹിയാണ്, വളരെ ആർദ്രതയുള്ള ആളാണ്, വത്സല്യമുള്ള ഒരാളാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്. ഇതുവരെ മദ്യപിക്കാത്ത ഒരു പ്രസിഡന്റ് ട്രംപാണ്. ഇതുവരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം.
അദ്ദേഹം കോഫിയോ ടീയോ ഉപയോഗിക്കില്ല. അപ്പോൾ ഇതുവരെ മദ്യപിക്കാത്ത, അത്രമാത്രം ജീവിതത്തിൽ വളരെയധികം വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരാളാണ് ട്രംപ്. പിന്നെ അദ്ദേഹത്തെ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. എത്രയോ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ബില്യനെയറാണ്, 20 തന്നെ ബില്യനെയറായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പ്രസിഡന്റായി വന്ന ശേഷമായിട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും ഒക്കെ തന്നെ വ്യത്യസ്തമായി അദ്ദേഹം ഒരു നല്ല ക്രിസ്തീയ വീക്ഷണത്തിലും ദർശനത്തിലുമാണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യം. ഞാൻ ഇലക്ഷൻ്റെ തലേദിവസം, അതായത് അമേരിക്കൻ ഇലക്ഷൻ്റെ തലേദിവസം ഒരു പാഠഭേദം ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അമേരിക്കയ്ക്ക് നിർണായകമാണ്. കാരണം അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അത് ട്രംപ് എടുക്കുന്ന പോലെ ശക്തമായ ചുവടുകൾ ഒരു കാരണവശാലും ഡെമോക്രാറ്റുകൾ എടുക്കുകയില്ലെന്ന് പറഞ്ഞൊരു പാഠഭേദം ചെയ്തിരുന്നു. ട്രംപ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള സമീപനത്തിൽ മാറ്റം വന്നോ, ഒന്ന് അയഞ്ഞോ? ഇല്ല, ഒരിക്കലും ഇല്ല. ട്രംപ് ഇസ്രായേലിനെ വളരെയധികം ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസിഡന്റാണ്. അദ്ദേഹം 4 വർഷം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇപ്പോഴും അദ്ദേഹം അതാണ് ചെയ്യുന്നത്. പിന്നെ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ട്രംപ് യുദ്ധം നിർത്താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹം 2 യുദ്ധങ്ങളും, ഈ കുറേ റഷ്യ യുദ്ധവും ഗാസ യുദ്ധവും നിർത്താൻ ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടാണ് യുദ്ധം നിർത്തുമെന്ന്. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹം ഇസ്രായേലിന് ഒരു പ്രഷർ കൊടുക്കുന്നൊന്നും സത്യമാണ്. അത് വിജയിക്കും, അത് ഫലിക്കുന്ന ഒരു പ്രഷറാണ്. അതിന് നിബന്ധനകളുണ്ട്. അത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പിന്നെ ആവശ്യം എന്താണ്? ബന്ദികളെ വിട്ടയക്കുക. അപ്പൊ ബന്ദികളെ വിട്ടയക്കാതെ ഒരു കരാർ ഒരിക്കലും ട്രംപ് അനുവദിക്കത്തില്ല. ഇപ്പോഴും ട്രംപ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസിന് അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വിട്ടയക്കണം. അതുകൊണ്ട് ഇസ്രായേൽ നഷ്ടം വരുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം വരികയില്ല, അദ്ദേഹം നിൽക്കത്തില്ല. അതുകൊണ്ട് ഇസ്രായേൽ, അത് മാത്രമല്ല, അമേരിക്കൻ ചരിത്രത്തിലെ ഏക പ്രസിഡന്റ് ട്രംപാണ്. ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് ഈ ജെറുസലേം പ്രഖ്യാപിച്ചില്ലേ? എത്രയോ പ്രസിഡന്റുമാര് ആഗ്രഹിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ട്രംപിന് മാത്രമേ ധൈര്യം ഉണ്ടായുള്ളൂ ജെറുസലേമിനെ ഇസ്രായേൽ പ്രഖ്യാപിക്കുക മാത്രമല്ല, അമേരിക്കൻ എംബസി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഇത്ര ധീരമായ നടപടിയൊക്കെ എടുത്ത് ട്രംപ് മാത്രമാണ് ഇസ്രായേലിന് വേണ്ടി. അതാണ് ട്രംപിന്റെ പ്രത്യേകത. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വ്യാജമുഖമില്ല. അദ്ദേഹത്തിന്റെ മുഖം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ്. എന്താണോ മനസ്സിൽ അദ്ദേഹം പറയും. ഇതാണ് നമുക്ക് അദ്ദേഹത്തുള്ള ചിലപ്പോൾ ചില വിയോജിപ്പുള്ളത് എന്താണെന്നറിയാം. ഈ മനസ്സ് കണ്ട അദ്ദേഹം തുറന്നു പറയും. ചിലപ്പോൾ അദ്ദേഹത്തിന് സെൻസറിങ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ കാരണം അദ്ദേഹം സത്യസന്ധനാണ്. അദ്ദേഹത്തിന് ഈ ഒന്നും ഒളിച്ചു വെക്കാൻ അറിയില്ല, അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല. സാധാരണ അത് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില പ്ലസും മൈനസും അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. 2020 ഒരു വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ട്രംപ് പ്രസ്ബിറ്റേറിയൻ സഭയുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നൊക്കെ പറയുന്നൊരു വാർത്ത. ഈ അടുത്ത സമയങ്ങളിൽ നമ്മുടെ നവമാധ്യമങ്ങളിൽ ചിലരൊക്കെ അത് പിന്നെയും കോട്ട് ചെയ്യുന്നത് എനിക്ക് കാണുവാനിടയെ തീർന്നു. അതൊരു സത്യമായ വാർത്തയാണോ? അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ച് അഫിലിയേഷൻ ഉള്ള ഒരു വ്യക്തിയാണോ? എന്താ അതിനെക്കുറിച്ച് സാറിന് അറിയാവുന്നത്? എന്റെ അറിവിൽ പ്രസ്ബിറ്റേറിയൻ ബന്ധം അദ്ദേഹത്തിന് ഇപ്പൊ ഇല്ല. അദ്ദേഹം പോകുന്നതൊക്കെ തന്നെ ഈ കരിസ്മാറ്റിക് പെന്തക്കോസ്റ്റൽ ചർച്ചുകളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സ് എല്ലാം തന്നെ ജോയ്സ് മേയർ, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന പല പാസ്റ്റർമാരും, അദ്ദേഹത്തെ ഉപദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മീക ഉപദേശകരൊക്കെ തന്നെ ഇവിടുത്തെ പെന്തക്കോസ്റ്റൽ ചർച്ചുകളുടെ പാസ്റ്റർമാരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുമായിട്ടാണ് അദ്ദേഹം കൂടുതൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ഈ ക്രിസ്തീയ ദർശനാനുഭവം അദ്ദേഹത്തെ കുറച്ചുകൂടെ ഈ രംഗത്തേക്കുള്ള സഭകളിലേക്ക് കൊണ്ടുവന്നു. അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ബിറ്റേറിയൻ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒരു ചുവട് മുൻപിലേക്ക് കയറി ഒരു പെന്റിക്കോസ്റ്റൽ ഇവാഞ്ചലിക്കൽ ഫെയ്ത്തിലേക്ക് അദ്ദേഹം ഇന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളതാ അല്ലേ? അങ്ങനെ വേണം പറയാൻ. അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ നയിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതാണ്. അതെ, ശരി. സാർ ഇടയ്ക്ക് പറഞ്ഞു പിന്നെ ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. അപ്പൊ ഈ അടുത്ത സമയത്ത് പറഞ്ഞതാണ് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ 51ാമത്തെ സ്റ്റേറ്റായി മാറുമെന്ന്. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല, അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. മാറുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ മാറ്റാൻ ട്രംപിന് ക്ഷണിച്ചതാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറും. അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വളരെയധികം ഉണ്ട്. അവിടെ ട്രൂഡോയുടെ ഭരണം കാനഡയെ തകർത്തിരിക്കുകയാണ്. സാമ്പത്തിക രംഗവും ജനജീവിതമൊക്കെ തന്നെ വലിയ ദുസ്സഹമാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചല്ലേ, ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജിവെച്ചു.
അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നത് നിങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ അമേരിക്കന്റെ ഒരു സാമ്രാജ്യമാണ് ട്രംപിന്റെ വിഭാവന. പഴയ പോലെ തന്നെ അമേരിക്കയുടെ ഒരു എന്താണ് പറയണേ, ആ ഒരു ഗ്രേറ്റ് അമേരിക്ക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു സംസ്ഥാനമാകുകയാണെങ്കിൽ അമേരിക്കയെ പോലെ നിങ്ങൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാനൊരു വാഗ്ദാനം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് കൊടുത്തതല്ല, അത് സീരിയസ് ആക്കി പത്രങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അത് കേട്ടപ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷം വന്നു. എന്താണെന്നറിയോ, അമേരിക്കൻ വിസ ഉണ്ട്, അപ്പോൾ ഒറ്റ വിസയും കൊണ്ട് കാനഡയിലും ഇനി പോകാമല്ലോ എന്ന് മനസ്സ് പറഞ്ഞു. അത് മാത്രമല്ല, കാനഡക്കാരൻ നാളെ മുതൽ അമേരിക്കക്കാരായിട്ട് മാറുകയല്ലേ, ചെറിയ കാര്യമാണ്. എനിക്കറിയില്ല ആ ഓഫർ കാനഡക്കാരെല്ലാം കൊണ്ട് ജനം സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. ജനം സ്വീകരിച്ചാൽ നടക്കുന്ന കാര്യമാണത്. നാളത്തെ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ബാലറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ജനം സ്വീകരിച്ചാൽ അത് നടക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. ഒരു പരമാധികാര രാഷ്ട്രമാണ് കാനഡ. അപ്പൊ അതൊന്നും ട്രംപ് ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ട്രൂഡോയെ ഒന്ന് ചെറുതാക്കാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സാറേ, എന്തായാലും നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് ഉള്ള ജിയോ പൊളിറ്റിക്കൽ മൊമെൻറ്റ്സ്, അതിൻ്റെ ഒരു വ്യതിയാനങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് സംഭവിക്കുന്നത്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തും. പല രാഷ്ട്രങ്ങളുടെയും ഭൂപടം മാറുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങൾ എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു പേസ്, അത് ഭയങ്കര ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മളെപ്പോലുള്ളവർ പറയുന്നത് കർത്താവിൻ്റെ വരവടുത്തു, അതിൻ്റെ ഒരു സ്പീഡാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നു. പലരും ഈ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പും ഇന്നത്തെ അമേരിക്കൻ ആ ഒരു 20-ാം തീയതി അല്ലേ ട്രംപ് സത്യപ്രതിജ്ഞ എടുക്കുന്നത്? അതെ, 20-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഇനാഗുറേഷൻ. 20-ാം തീയതി. അപ്പോൾ അതിനുശേഷം ഒരു പുതിയ ക്യാബിനറ്റ് സെക്രട്ടറീസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വരും. ആ ടീമിനെ കുറിച്ചും ആളുകൾ പറയുന്നത് വളരെ വ്യത്യസ്തതയുള്ളൊരു ടീമാണ് വരാൻ പോകുന്നതെന്നാണ്. ഇലോൺ മസ്കിനെ പോലുള്ളവരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതെ, അദ്ദേഹം ഈ ക്യാബിനറ്റ് ഒരു രാഷ്ട്രീയക്കാരുടെ ക്യാബിനറ്റ് അല്ല. വളരെ ദാർശനികരായിട്ടുള്ള, വളരെ പ്രതിഭാശാലികളായിട്ടുള്ള, ഓരോ രംഗത്ത് പ്രതിഭ തെളിയിച്ച വളരെ കരുത്തരായിട്ടുള്ള ഒരാളുടെ ക്യാബിനറ്റാണ്. അപ്പൊ അദ്ദേഹം സെലക്ട് ചെയ്തത് ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ടാണ്. 2014 അദ്ദേഹത്തിന് വളരെ അബദ്ധങ്ങൾ സംഭവിച്ചു. അദ്ദേഹം അന്ന് രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ലോബികൾ പറഞ്ഞ ആളുകളെ വെച്ച് അദ്ദേഹം ക്യാബിനറ്റ് ഉണ്ടാക്കി. പിന്നെ അവരെ എല്ലാം ഫയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ 2 വർഷത്തിനകം. ഇപ്രാവശ്യം അദ്ദേഹം ഉണ്ടാക്കിയ ക്യാബിനറ്റ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യം സാധിക്കാനായിട്ട് ട്രംപിന്റെ ദർശനമായിട്ട് ചേർന്ന് പോകുന്ന ആളുകൾ തെരഞ്ഞുപിടിച്ച് അദ്ദേഹം ഓരോരുത്തരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വലിയ ഒരു മാറ്റം ലോകത്തും ഉണ്ടാകും. അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവൻ സ്വാധീനിക്കത്തക്ക ശക്തിയുള്ള ഒരു ഭരണകൂടമായിരിക്കും അടുത്ത 4 വർഷക്കാലം ട്രംപിന്റെ ഭരണകൂടം. അത് എല്ലാ രംഗത്തും അതിന്റെ സ്വാധീനം ഉണ്ടാകും. ലോക സമാധാനം തന്നെ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം, ലോകത്ത് വലിയ മാറ്റങ്ങൾ ട്രംപ്, ആ ചലനാത്മക ശക്തി ട്രംപിന്റെ ക്യാബിനറ്റ് ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാഴ്ചപ്പാട്. അതാണ് ഉത്തരേന്ത്യക്കാരാകുന്ന നോർത്ത് ഇന്ത്യൻസ് ആകുന്ന അമേരിക്കൻ ഇന്ത്യൻസും ഒക്കെ ഇപ്രാവശ്യം ഇനിയും മുന്നോട്ട് വരുന്നതായിട്ടൊക്കെ ഞാൻ കേൾക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ ഭരണകൂടം സപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ ഉത്തരഭാരതത്തിലെ വലതുപക്ഷ ആശയങ്ങളുള്ള ആളുകൾ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഭയമുള്ളത്, ട്രംപ് അങ്ങനെ ഇന്ത്യയെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു വലിയ ഭയമുണ്ട്. ഐ നോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഇന്ത്യക്കാർക്ക്? കാരണം ഇപ്പോൾ ഈ H-1 വിസയുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ വലിയ ആശങ്കകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാരുടെ നേരെ വരുന്നു എന്നൊരു ചിന്ത. H-1B വിസകളൊക്കെ തന്നെ ട്രംപിന് അനുകൂലിക്കുന്ന അടുത്ത ആശങ്ക അദ്ദേഹം മാറ്റിയല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവന നടത്തി, H-1B വിസയുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകത്തില്ല, ഏറ്റവും നല്ല ആളുകളെ, പ്രതിഭാശാലികളെ അമേരിക്ക എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഇലോൺ മസ്ക് ഒക്കെ അതിന് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ ചില ഹാർഡ് കോർ റിപ്പബ്ലിക്കൻ ഗ്രൂപ്പുകളുണ്ട്, എല്ലാവരെയും കൊണ്ട് ഇറക്കി ഇവിടെ അമേരിക്ക എല്ലാവരെയും കൊണ്ടുവരാം രണ്ടാമത് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ട്രംപിനെ സ്വാധീനിക്കാൻ ഒരു കഴിയത്തില്ല. ഗ്രേറ്റ് അമേരിക്ക എന്നുള്ള അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ട്രംപിന്റെ ആപ്തവാക്യത്തിന് എന്തൊക്കെയാണോ സഹായമായിട്ടുള്ളത് അതെല്ലാം അദ്ദേഹം ചെയ്തിരിക്കും. അതിന് ഏറ്റവും വലിയത് ലോകത്തെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധർ, വലിയ പഠന നടത്തിയിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹം അമേരിക്ക എത്തിക്കും. അതൊന്നും കുടിയേറ്റ നിയമത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു മാറ്റം വരുത്താൻ കഴിയത്തില്ല. കുടിയേറ്റ നിയമം അമേരിക്കൻ നിയമങ്ങളാണ്. കുടിയേറ്റ രാജ്യമാണ് അമേരിക്ക. ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. അങ്ങനെ പിന്നെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ്. ഇന്ത്യ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം.
അപ്പൊ മോദി അല്ല അവിടുത്തെ വിഷയം. ഇന്ത്യയോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. കാരണം ചൈന ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏറെക്കുറെ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വന്നൊരു സാഹചര്യമുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ട്രംപ്. ആ സമയത്ത് ഇന്ത്യയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ട്രംപാണ്, ആ ഭയപ്പാടിൽ നിന്ന്. കാരണം നമ്മുടെ പട്ടാളക്കാരെ പലരെ അവർ വധിച്ചു, അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടായി, ചൈന ഇന്ത്യയുമായിട്ട് സംഘർഷം ഉണ്ടായി. ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ ചൈന കടന്നു പോകുക എന്നുള്ള ഘട്ടം വന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് അദ്ദേഹം ചൈന കടലിലേക്ക് വലിയ 2 യുദ്ധക്കപ്പലുകൾ അയച്ചു. ആ സമയത്ത് അയച്ചിട്ട് ഇന്ത്യയെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇന്ത്യക്കെതിരായ യുദ്ധം ഞങ്ങൾക്കെതിരായ യുദ്ധമായി ഞങ്ങൾ കണക്കാക്കും. ഇന്ത്യ അമേരിക്കയോട് ഒരു സൈനിക ഉടമ്പടി ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. നമ്മൾ ചേരിതരാ നയം ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. റഷ്യയോട് ചൈനയുമായിട്ട് സമദൂരമായിട്ട് പോലും ചൈനയുടെ ആക്രമണത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ ട്രംപ് എടുത്ത ആ നിലപാട് ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കപ്പെടും ചരിത്രത്തിൽ. കാരണം അദ്ദേഹം പറഞ്ഞു, ഷീ ജിപ്പിനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പ്രസിഡന്റ് ഷീ, ഇന്ത്യ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ യുദ്ധത്തിനായിട്ടുള്ള ആ ട്രെൻഡ് അദ്ദേഹം പെട്ടെന്ന് ഒഴിവാക്കി. ഇന്ത്യ സുരക്ഷിതമായി. ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭയപ്പാടൊന്നുണ്ടായില്ല. ഇന്നും ചൈനയ്ക്കെതിരായിട്ട് ഇന്ത്യയെ സഹായിക്കാൻ ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തി അമേരിക്ക മാത്രമാണ്. റഷ്യ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇന്ത്യയുടെ പല തെറ്റിദ്ധാരണകളാണ്. ചൈന വന്നാൽ റഷ്യ ഒന്നും ഇന്ത്യ സഹായിക്കത്തില്ല. എങ്ങനെ സഹായിക്കും? ചൈനയും റഷ്യയും തമ്മിൽ ശരിയല്ലേ? അവർ തമ്മിൽ ഒരു സഹോദരന്മാരല്ലേ, സഹോദര രാജ്യങ്ങളല്ലേ? അപ്പോൾ അമേരിക്കയാണ് ഇന്ത്യ എല്ലാ രംഗത്തും, ഇന്ത്യയുടെ സൈനിക രംഗം, വ്യാപാര രംഗം, സാങ്കേതിക രംഗം ഒക്കെ തന്നെ ഇന്ത്യ ഒരു ലോക ശക്തിയാക്കാനാണ് ട്രംപിന്റെ ആഗ്രഹം, ചൈനയ്ക്കെതിരായിട്ട്. അത് പല ഇന്ത്യക്കാർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അജണ്ട ട്രംപിനുണ്ട്. അതുകൊണ്ട് എപ്പോഴും റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്. പിന്നെ ഇസ്രായേലിന്റെ തന്നെ സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിൽ ഇസ്രായേൽ അനുകൂലമായിരിക്കും, നേറ്റോ അനുകൂലമായിരിക്കും. അപ്പോൾ നമുക്ക് ലോകത്ത് വളരെയധികം എല്ലാ രംഗത്തും നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലമായിരിക്കും അടുത്ത 4 വർഷക്കാലം. ഇന്ത്യക്ക് ഏറ്റവും നല്ല കാലമായിരിക്കും. പിന്നെ വ്യാപാരം എന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അമേരിക്കയെ നഷ്ടപ്പെടുന്ന കാര്യമൊന്നും പുള്ളി ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഇനി അമേരിക്ക അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കയെ കൊണ്ട് ലോകം മുഴുവൻ മുതലെടുത്ത് അമേരിക്ക പാപ്പരാകാൻ ട്രംപ് സമ്മതിക്കത്തില്ല. ഇവിടെ തൊഴിൽ വേണം, ഇവിടെ വ്യാപാരം വേണം, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം. അമേരിക്ക വീണ്ടും ബിൽഡപ്പ് ചെയ്യണം. അപ്പൊ അതിനെ സഹായിക്കുന്ന നയങ്ങളൊക്കെ ട്രംപിനുണ്ടാകത്തുള്ളൂ. അപ്പം ഇന്ത്യ മാത്രം അല്ലെങ്കിൽ ചൈന മാത്രം അമേരിക്കയെ കൊണ്ട് അഭിവൃദ്ധിപ്പെട്ടാൽ പോരാ, അതിന്റെ ഭാഗം അമേരിക്കക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ചിന്തയുണ്ട്. അത് വ്യാപാരമല്ല, അത് ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് ട്രംപ് ഒരു വിട്ടുവീഴ്ച ചെയ്യത്തില്ല. പക്ഷെ ഇന്ത്യക്ക് അത് ഗുണപരമാകത്തുള്ളൂ, അല്ലാതെ വിപരീതമാകത്തില്ല. അതാണ് പറയാൻ പറ്റുന്നത്. എന്താണെങ്കിലും നമുക്കും നന്മ വരട്ടെ, അമേരിക്കയ്ക്കും നന്മ വരട്ടെ, എല്ലാ രാജ്യങ്ങൾക്കും നന്മ വരട്ടെ, എല്ലായിടത്തും സമാധാനം ഉണ്ടാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവുമൊക്കെ. ഇലോൺ മസ്കിനെയൊക്കെ ലോകം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധിയുടെ ഒരു കാലത്ത് അദ്ദേഹത്തൊക്കെ ഒരു ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ അന്തിക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തെ തയ്യാറാക്കുവാണ്. അത്ര ഇലോൺ മസ്കിനെയൊക്കെ ഭയപ്പെടുന്ന ഒരു കാലത്ത് ട്രംപിൻ്റെ ക്യാബിനറ്റ് ഒരു ഭയങ്കര ക്യാബിനറ്റാണെന്ന് പറയാം. അറിയില്ല ഈ പാസ്റ്റർമാരൊക്കെ എന്താ അങ്ങനെ പറയുന്നത്, സാറിൻ്റെ അഭിപ്രായം എന്താ? നമ്മുടെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ പലപ്പോഴും രസകരമാണ്. എത്രയോ ക്രിസ്തുവിനെ ഇവര് നേരത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ വരുമ്പോഴെല്ലാം അവര് അന്തിക്രിസ്തു എന്ന് പറയും. അങ്ങനെ പല ഉൾപ്പെടെ അതെ പല അന്തിക്രിസ്തുക്കളും മരിച്ചുപോയി. പിന്നെ ചരിത്രത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഓരോ വ്യാഖ്യാനങ്ങളാണ്, അത് തെറ്റാണ്. പിന്നെ അന്തിക്രിസ്തു ഭൂമിയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ട്. അദ്ദേഹം വെളിപ്പെട്ട് വന്നിട്ടില്ല. കാരണം ഇന്ന് നടക്കുന്ന എല്ലാ ലോക സംഭവങ്ങളും ശരിക്കും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. നേരത്തെ അത് സൂചിപ്പിച്ച് അത് പറയാൻ വിട്ടുപോയി, അവിടെ ആ ഭാഗത്ത് പറഞ്ഞില്ല. അത് ഇന്നത്തെ യുദ്ധങ്ങളാണേലും ചേരിതിരിവുകളാണേലും ലോകരാഷ്ട്രങ്ങളുടെ ഒക്കെ തരം നിലപാടുകളാണേലും എല്ലാം തന്നെ അമേരിക്ക, റഷ്യ, ഇസ്രായേൽ ഒക്കെ ഉള്ള ഈ യുദ്ധങ്ങൾ, ഇതൊക്കെ തന്നെ ശരിക്കും ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. നമ്മൾ ശരിക്കും ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ വാർ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉക്രൈൻ വാർ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അമേരിക്കയെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും ഇറാനെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചൊക്കെ പരാമർശം ബൈബിളിലുണ്ട്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ പഴയ പ്രവചനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ വാർത്തകളാണ്.
പണ്ട് എല്ലാം പ്രവചനമായിരുന്നു, ഇന്നത്തെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്ര കൃത്യമായിട്ട് വേദപുസ്തകം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അന്ത്യകാലം സമാഗതമാണ്, ആണ് കർത്താവിന്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് ലോകം വെളിപ്പെട്ടു വരേണ്ട, ലോകം തന്നെ അത് കാണേണ്ട കാര്യമാണ്. കാരണം ബൈബിളും നമ്മുടെ ഇന്നത്തെ ന്യൂസ് മീഡിയയുമായിട്ട് ഒരുമിച്ച് വെച്ച് പഠിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അത് മാത്രം മതി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടാനായിട്ട്. എന്താണെങ്കിലും എൻ്റെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ലോകം മുഴുവൻ ഒരു ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ പൊരിച്ചിലിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറാകുകയാണ്. പക്ഷേ നമ്മളീ പറയുന്ന ആളുകളൊന്നുമല്ല ആൻറ്റി ക്രൈസ്റ്റ്. കാരണം വേദപുസ്തകം അതിന് തരുന്ന തെളിവുകളുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് ഒരു സമയത്ത് യഹൂദന്മാരുടെ മശീഹയായിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ക്ലെയിം ചെയ്യണമെങ്കിൽ അവനൊരു യഹൂദനായിരിക്കണം. യഹൂദനല്ലാത്ത ഒരാളിനെ യഹൂദൻ അവരുടെ മശീഹയായിട്ട് സ്വീകരിക്കത്തില്ല. അപ്പം അങ്ങനെ ഒത്തിരി എവിഡൻസുകൾ വേദപുസ്തകത്തിലുണ്ട്. പിന്നെ ആളുകൾ ഇങ്ങനെ പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇയാളായിരിക്കാമെന്നൊക്കെ പറയും. ശരി സാറേ. അതെ, അതൊക്കെ അതെ, അത് നിഗമനങ്ങളാണ്. പക്ഷെ വേദപുസ്തക സത്യങ്ങൾ, വേദപുസ്തക പ്രവചനങ്ങൾ അത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു, നിവൃത്തിയാകും. അത് യാതൊരു മാറ്റമില്ല. നമുക്ക് വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം. സഭാഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. മാറ്റപ്പെട്ട് കഴിഞ്ഞുള്ള സംഭവങ്ങൾ മധ്യാകാശ വാഴ്ചയിൽ അവിടെ നിന്നുകൊണ്ട് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം ഭൂമിയിൽ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം യോഹന്നാൻ അങ്ങ് ചെന്നിട്ട് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ നമുക്കും അവിടെ ഇരുന്നുകൊണ്ട് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് കാണാം. ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന കളി കാണാം. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സമയങ്ങൾ സാറ് അനുവദിച്ച് നൽകി, ഒത്തിരി നന്ദിയുണ്ട്. എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുള്ളതുണ്ടെങ്കിൽ, വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ, അനുഭവങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഈ സമയ ചുരുക്കം കൊണ്ട് വളരെ ചുരുങ്ങിയ നിലയിലാണ് സംസാരിച്ചത്. എങ്കിലും ആസാദി പ്രേക്ഷകരുമായിട്ട് ഇത്രമാത്രം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു എൻകറേജ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ പ്രതിപാദിച്ച പല വിഷയങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കർത്താവിന് മടങ്ങി വരുമെന്നുള്ള വലിയൊരു സംഭവം, ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനകൾ നമ്മൾ പറഞ്ഞിട്ടാണ് ഈ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യുന്നു. കാരണം ലോകം നമ്മൾ പഠിക്കുക, കാണുക, വേദപുസ്തകവും ലോക സംഭവങ്ങളും ചേർത്ത് വെച്ച് പഠിച്ച് അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി ആഹ്വാനം ചെയ്യാനുള്ളത്. അതെ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ വൈഫും കുഞ്ഞുങ്ങളുമൊക്കെ ഈ രാഷ്ട്രീയത്തിനൊക്കെ സപ്പോർട്ടാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചുകൂടെ, കുടുംബത്തെക്കുറിച്ചുകൂടെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ബ്ലെസ്സിങ് ആയിരിക്കും. എൻ്റെ ഭാര്യ ഷേർലി അമേരിക്കയിലെ ഒരു പൗരത്വമുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ തന്നെ വളർന്ന ഒരാളാണ്. 5 മക്കളുണ്ട്. എല്ലാവരും എൻ്റെ ഒപ്പം താമസിക്കുന്നു. അവരൊക്കെ തന്നെ എൻ്റെ ക്രിസ്തീയ ദൗത്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെയുള്ള ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ദാനം എന്നുള്ള നിലയിൽ അത് ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു, അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അപ്പോൾ രാഷ്ട്രീയം കുടുംബത്തിലും പ്രശ്നമല്ല, സഭയിലും പ്രശ്നമല്ല, സമൂഹത്തിലും പ്രശ്നമല്ല. ഇനിയും ഉയരങ്ങളുടെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പൊതുപ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ ദൈവസഭയ്ക്കും അനേകർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. പ്രേക്ഷകരുടെ നാമത്തിലുള്ള നന്ദി പറയുന്നു. സാറ് ഒരു വാക്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. താങ്ക് യു ഫോർ ദ ടൈം ആൻഡ് ഫോർ ദ ഷെയറിങ്. കർത്താവേ, ഞങ്ങൾ നല്ല പിതാവേ, ഞങ്ങൾ ഈ പ്രത്യേക സമയത്ത് സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ കഴിഞ്ഞ ചില നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ സംസാരിച്ചു. കർത്താവ്, ഞങ്ങൾ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളെ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, അവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. അവർ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണം. കർത്താവെ, ഞങ്ങളുടെ ഓരോ ആശയങ്ങളും, ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ആവേശകരവും അനുഗ്രഹകരമായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി അവരെ ഒരുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വീണ്ടും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണേ കർത്താവെ. ആസാദി ചാനലിനെ വീണ്ടും ശക്തീകരിക്കുക, അനുഗ്രഹിക്കുകയും അനേക ലക്ഷങ്ങൾക്ക് പ്രയോജനകരമായി തീർക്കുവാൻ വീണ്ടും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കുമാറാണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സാറേ, ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വ്യൂവേഴ്സിനോട് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.